ഈ രാത്രിയിലെങ്കിൽ ഈ രാത്രിയിൽ എങ്ങോട്ടെങ്കിലും പോയി ഒരുമിച്ച് ജീവിക്കാൻ നമുക്ക്. നമ്മളും ഈശോയെ പോലുള്ള നമ്മുടെ മോനും. എനിക്ക് കാണാം സന്തോഷം മാത്രമുള്ള ആ വീട്. മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാൽ അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. വേദനിച്ച് വേദനിച്ച് എനിക്ക് പ്രസവിക്കണം. ഭർത്താവായും സഹോദരനായും അച്ഛനായും മകനായും കർത്താവ് ഒരാൾ മാത്രമേ ഉള്ളൂ കന്യാസ്ത്രീക്ക്. പ്രസവിക്കുന്നത് വലിയൊരു വമ്പം കാര്യമൊന്നുമല്ല. ഏതു പട്ടിക്കും പ്രസവിക്കാൻ കഴിയും. ഇവിടെ എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടല്ലോ. ഇതൊക്കെ ഉപേക്ഷിച്ച് പുറത്തേക്കിറങ്ങിയാലുള്ള ഒരവസ്ഥ. അവിടെ നിന്റെ വീട് അരമനമാളിയായി മാറിയിട്ടൊന്നുമില്ലല്ലോ. സിസ്റ്റർ, സിസ്റ്ററോ? ഒന്നും മിണ്ടാതാണ് അടങ്ങി കിടക്ക് സിസ്റ്ററെ. ഇവളൊക്കെ സിസ്റ്ററോ? സാത്താന്റെ കൂട്ടത്തില്. എന്റെ ഈശോയെ, ഈശോ കാത്തു. അവിടുന്ന് തന്നെ അവിടുത്തെ മണവാട്ടിമാരെ എന്തിനിങ്ങനെ അപമാനിക്കുന്നു? സാത്താന്റെ രാത്രിയാണിത് സിസ്റ്റർ. മാലാഖ പരാജയപ്പെടുന്ന രാത്രി. ഈ കോൺവെന്റിന്റെ മേൽ ശാപം വീണിരിക്കുന്നു. ഈശോയ്ക്ക് നിഗൂഢ മാർഗങ്ങൾ പലതുണ്ടല്ലോ. ഈശോ എല്ലാം നന്മയാക്കി മാറ്റും. ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല. ഇവരോട് പൊറുക്കണമെന്നല്ലേ? ദ്രോഹിക്കുന്നവരെയും തന്നെ വെറുക്കുന്നവരെയും അവിടുന്ന് എത്രമാത്രം സ്നേഹിച്ചിരിക്കണം. സിസ്റ്റർക്ക് ഇവിടെ എന്താ കാര്യം? നിന്നോടാണ് ചോദിച്ചത്. നിങ്ങളുടെ ആ പഴയ കപ്പളോനച്ചനുണ്ടല്ലോ, അങ്ങേരെ ഇന്ന് രാവിലെ മരിച്ചു. നിങ്ങളെ അറിയിക്കേണ്ട, നിങ്ങൾക്ക് വിഷമാവുമെന്ന് ട്രസ്റ്റി പറഞ്ഞു. വിഷമാവട്ടെ എന്ന് കരുതി തന്നെയാ ഞാനിത് നിങ്ങളെ അറിയിക്കുന്നത്. ഒരു കാലത്ത് സഭയെ നിങ്ങൾ അത്രയ്ക്ക് വെള്ളം കുടിപ്പിച്ചിട്ടുണ്ടല്ലോ.